ഹലോ ഫ്രണ്ട്സ്, ഗണപതി 69 ഗോട്ട് എന്നിവയുടെ ലേറ്റസ്റ്റ് വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വരെ അറിയിക്കുന്നത്. ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എല്ലാവരും തന്നെ നന്നായി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ അപ്ഡേറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് വേഗം നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോവുകയല്ലേ. ഗണപതി 69 ഒരു വലിയ പ്രതീക്ഷയുള്ള ചിത്രമാണ്. ഡയറക്ടർ എച്ച് വിനോദ് ആകുന്നതാണ് ഹൈപ്പിൽ ലെസ്സാക്കുകയാണെങ്കിലും നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ പക്കയായി പടം ചെയ്യുന്ന കഴിവുള്ള ഡയറക്ടർ തന്നെയാണ് എച്ച് വിനോദ്. പിന്നെ വിജയുടെ ബ്രേക്കിന് മുന്നുള്ള പടമായതുകൊണ്ടുള്ള ഹൈപ്പുമാണ് നിലവിൽ ദളപതി 69 ഉള്ളത്. അപ്പോൾ മോഹൻലാലിന് റൂമറിന് ശേഷം പുതിയൊരു റൂമർ കൂടി ദളപതി 69 വന്നിരിക്കുന്നു. അത് നോക്കിയാലോ, കമൽഹാസന്റെ ക്യാമിയോ റോള് ദളപതി 69 ഉണ്ട് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഷോക്കിംഗ് ഉള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഒന്നാമത് LCUവിൽ രണ്ടുപേരും ഉള്ളതാണ്. അതിന് മുന്നേ തന്നെ വേറൊരു വാർത്തയിൽ ഓർമ്മിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് റൂമർ അല്ലേ, വെറുതെ ആശിക്കട്ടെന്ന് തോന്നുമെങ്കിലും ഇതൊരിക്കലും ഫുള്ളായിട്ട് തള്ളിക്കളയാനും പറ്റത്തില്ല. കാരണം ഈ എച്ച് വിനോദ് മുൻപേ തന്നെ കമൽഹാസനായിട്ടുള്ള പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില പ്രശ്നങ്ങൾ കാരണം അത് നീണ്ടുപോയെന്നേ ഉള്ളൂ. അതുകൊണ്ടൊരു ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. കമൽഹാസനും വിജയും LCUവിന് മുന്നേ ഒന്നിക്കുന്നതിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത് കമൻറ്റ് ചെയ്യണേ. ഇത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സെപ്റ്റംബർ 5 റിലീസാക്കാൻ നിൽക്കുന്ന വേളയിൽ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് ഒരു കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് നോക്കുമ്പോൾ ഈ ഗോട്ട് മൂവിൽ നമ്മുടെ യങ് വിജയ് ഉണ്ടല്ലോ, ആ ക്യാരക്ടറിൻ്റെ സ്റ്റോറിയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇത് ഉറപ്പൊന്നും ഇല്ല കേട്ടോ. കേട്ടപ്പോൾ നല്ല ത്രില്ലിംഗ് ആയി തോന്നി. ഇതേ ബ്ലാക്ക് മാസ്ക് ഈ ദളപതി വിജയ്ക്ക് ഡബിൾ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഡ്യൂപ്പായിട്ട് കൂടെ ടോക്കിംഗ് മോഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കും. അപ്പോൾ ആ വേഷമൊക്കെ ഇടുന്ന ആളില്ലേ, അയാൾ സോഷ്യൽ മീഡിയയിൽ ഈ ബ്ലാക്ക് മാസ്കിന്റെ പോസ്റ്റ് ഇട്ടിട്ട് ഗോട്ടിൽ കാണാമെന്തോ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. ഒരു പോസ്റ്റ് അങ്ങനെ കണ്ടത്. ഇപ്പോൾ ഡീകോഡിങ്ങിൽ പറയുന്നത് ഗോട്ട് അനൗൺസ്മെന്റ് വീഡിയോയിൽ ഒരു പസിലൊക്കെ വെച്ചാണല്ലോ കാണിക്കുന്നത്. ഈ പസിൽ എന്നത് ഒരു ഗെയിമാണ്. ബ്ലാക്ക് മാസ്ക് ഇട്ട ടീം ഒരു സംഘമാണ്. ആ ടീമിൽ തന്നെ യങ് വിജയം ഉള്ളത്. ഇവർ ചെയ്യുന്നത് ആൾക്കാരൊക്കെ വിളിച്ച് കൂട്ടി ഗെയിം കളിപ്പിച്ചിട്ട് കൊല്ലുന്നു. അതായത് സ്ക്വിഡ് ഗെയിം സീരീസ് ഒക്കെ പോലെ. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ജനസംഖ്യ കൂടുന്നത് കൊണ്ട് തന്നെ അതിനെതിരായി നിൽക്കുന്ന ഒരു തീവ്രവാദി സംഘമാണ് യങ് വിജയുടെ ടീം. സിനിമയുടെ തുടക്കമൊക്കെ ഈ ഗെയിമും അതിലൂടെ ആളുകൾ മരിക്കുന്നതും അതിനെ തുടർന്ന് നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനും ഒക്കെയാണ് എന്നാണ് പുതിയ ഡീകോഡിങ്സ് ഒക്കെ പറയുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ് ഇത്. മെയിൻ പ്ലോട്ട് സ്റ്റോറി അല്ല, സൈഡ് സ്റ്റോറി തന്നെ. ഡീകോഡിങ് തന്നെ നല്ല ത്രില്ല് അടിപ്പിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നട്ടെ, അഭിപ്രായമൊക്കെ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതുപോലെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഷെയർ ബട്ടൺ ഇടുക, സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും ഇട്ട് കൊള്ളായിരുന്നു. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.